ആർ ശ്രീജിത്ത് ഒരു വിശദാംശം പങ്കുവയ്ക്കുന്നത് മുഖ്യമന്ത്രി ഹെലിപ്പാഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. വിശദാംശങ്ങൾ ആർ ശ്രീജിത്ത് നൽകും. ശ്രീജിത്ത്, ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി ഹെലിപ്പാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം എപ്പോൾ വിഴിഞ്ഞത്ത് എത്തും? അനുജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. വിഴിഞ്ഞത്തേക്ക് പോകുന്നതിനായിട്ട് പ്രധാനമന്ത്രി പാങ്ങോടുള്ള മിലിറ്ററി ഹെലിപ്പാഡിൽ നിന്നാണ് പുറപ്പെടുക. അതിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പാങ്ങോട് ലക്ഷ്യമാക്കി ക്ലിഫ് ഹൗസിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപ്പാഡിൽ എത്തിച്ചേരും. അവിടെ നിന്ന് പ്രധാനമന്ത്രിക്കൊപ്പം മിലിറ്ററിയുടെ MI-17 ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രിയും വിഴിഞ്ഞത്ത് എത്തുക. വിഴിഞ്ഞത്ത് ഹെലിപ്പാഡിൽ ലാൻഡ് ചെയ്യുന്ന സമയം രാവിലെ ഈ 9:55 വിഴിഞ്ഞത്ത് എത്തുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. 9:45 ഇവിടെ നിന്ന് പ്രധാനമന്ത്രി പുറപ്പെടും. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും രാജ്ഭവന് മുന്നിൽ നടന്നിരിക്കുന്നു. സുരക്ഷാ ഓഡിറ്റിംഗ് കഴിഞ്ഞ് പോലീസിൻ്റെ പൈലറ്റ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നുണ്ട്. എന്തായാലും നഗരത്തിലെല്ലാം ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ്. ഏതാണ്ട് 4000-ൽ പരം പോലീസുകാരാണ് തലസ്ഥാന നഗരത്തിൽ മാത്രം ഈ വിഴിഞ്ഞം കമ്മീഷനുമായി ബന്ധപ്പെട്ട സുരക്ഷാ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. രാജ്ഭവനിലുള്ള പ്രധാനമന്ത്രി 9:45 പാങ്ങോടേക്ക് പുറപ്പെടും. ഇവിടെ നിന്ന് 5 മിനിറ്റ് യാത്ര കൊണ്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ എത്താൻ കഴിയും. അവിടെ നിന്ന് 9:50 ഹെലികോപ്റ്റർ പുറപ്പെടുക. 10 മണിക്ക് മുമ്പായി തന്നെ വിഴിഞ്ഞത്ത് ഈ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷമാണ് ഈ കമ്മീഷനിങ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ പാങ്ങോട് എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതെ, അല്പസമയത്തിനകം പ്രധാനമന്ത്രി പാങ്ങോട് ഹെലിപ്പാഡിലേക്ക് പുറപ്പെടും, മിലിറ്ററി ഹെലിപ്പാഡിലേക്ക് പുറപ്പെടും. ഉമേഷ് ബാലകൃഷ്ണൻ കൂടിയുണ്ട്. ഉമേഷ്, മുഖ്യമന്ത്രി ഇപ്പോൾ പാങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കും. പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം ഒരുമിച്ച് വിഴിഞ്ഞത്തേക്ക് പുറപ്പെടും. വിവരങ്ങൾ? തീർച്ചയായും രണ്ടുപേരും ഒന്നിച്ച് വിഴിഞ്ഞത്തേക്ക് പോകുന്നു. സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതി, രാജ്യത്തിൻ്റെ പ്രതീക്ഷയുള്ള പദ്ധതി. സ്വാഭാവികമായി രണ്ട് ഭരണ നേതാക്കൾ ഒന്നിച്ച് വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. അല്പം മുൻപാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഇടപ്പഴിഞ്ഞ് വഴി കടന്നുപോയത്. ഇപ്പോൾ പോലീസിൻ്റെ ട്രയൽ റണ്ണുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ റോഡിലൂടെയുള്ള, അതായത് ശാസ്തമംഗലം 2 റോഡുകളാണ്. അതായത് പ്രധാന റോഡ് എന്ന് പറയുന്നത് വെള്ളയമ്പലത്ത് നിന്ന് നേരെ വഴുതക്കാട് നിന്ന് ഇടപ്പഴിഞ്ഞിൽ നിന്ന് പാങ്ങോട്ടേക്ക് വരുന്ന റൂട്ട്. ഒപ്പം ഇതിന് സമാന്തരമായി തന്നെ ശാസ്തമംഗലം വഴി ഇടപ്പഴിഞ്ഞിയിലെത്തി ഇടപ്പഴിഞ്ഞിയിൽ നിന്ന് പാങ്ങോട്ടേക്ക് പോകുന്ന രീതിയിലും റൂട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അവസാന നിമിഷമായിരിക്കും ഈ നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് റൂട്ട് തീരുമാനിക്കുന്നത്. എന്തായാലും 9:45 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും. ഏകദേശം 5 മിനിറ്റാണ് സമയം നിശ്ചയിച്ചതെങ്കിലും ഒരുപക്ഷെ ഈ റോഡിൻ്റെ ഇരുവശത്തും നിരവധി പേർ, പ്രത്യേകിച്ച് BJP പ്രവർത്തകർ, നാട്ടുകാരടക്കമുള്ളവർ കാത്തുനിൽപ്പുണ്ട്. സ്വാഭാവികമായി പ്രധാനമന്ത്രി പോകുമ്പോൾ ഈ തന്നെ കാണാൻ നിൽക്കുന്നവരെ അഭിവാദ്യങ്ങൾ കൂടി ചെയ്തിട്ടാണ് പോകുന്നത്. അതിനനുസരിച്ച് സമയത്തിന് ചെറിയ മാറ്റമുണ്ടായാൽ പോലും 5 മിനിറ്റ് കൊണ്ട്, അതായത് 4 കിലോമീറ്ററാണ് രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് ഈ ഹെലിപ്പാഡിലേക്കുള്ള ദൂരം. ഈ 4 കിലോമീറ്റർ 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യും. അതിനുശേഷം ഈ മുഖ്യമന്ത്രി ഹെലിപ്പാഡിൽ കാത്തുനിൽപ്പുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് അതിനുശേഷം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഹെലിപ്പാഡിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ, MI-17 2 ഹെലികോപ്റ്ററുകൾ ഇവിടുന്ന് തിരിക്കും. അതിന് 20 മിനിറ്റാണ് ഫ്ലൈയിങ് ടൈം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഹെലിപ്പാഡിലേക്കായിരിക്കും ആദ്യം ഈ 2 ഹെലികോപ്റ്ററുകളും എത്തുക. ഒപ്പം പ്രധാനമന്ത്രിക്കൊപ്പം തന്നെയാണോ അതോ രണ്ടാമത്തെ ഹെലികോപ്റ്ററിലാണോ? 2 ഹെലികോപ്റ്ററുകളുണ്ട്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയും ഒപ്പമുള്ളവരും ഒരു ഹെലികോപ്റ്ററിലും ഒപ്പം പ്രധാനമന്ത്രിയുടെ ക്രൂ രണ്ടാമത്തെ ഹെലികോപ്റ്ററിലുമാണ് സാധാരണ സഞ്ചരിക്കാറ്. ആ രീതിയിലായിരിക്കും ഇവിടെയും ഉണ്ടാവുക. എന്തായാലും ഗവർണറും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിക്ക് ഒപ്പം ഈ ഒരുപക്ഷെ ഈ റോഡിൽ കൂടെ തന്നെ ആ വാഹനവ്യൂഹത്തിനൊപ്പം തന്നെ പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ റോഡിലേക്ക് ഒരാളെ പോലും, ഈ ബാരിക്കേഡുകൾ പൂർണ്ണമായി വെച്ച് തിരിച്ച് റോഡിലേക്ക് ഒരാൾ പോലും ഇറങ്ങാത്ത രീതിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലധികം വ്യാജ ബോംബ് ഭീഷണികളെല്ലാം ഈ തലസ്ഥാന നഗരത്തിലുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണത്തിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അനുജ, അല്പസമയത്തിനകം വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക കമ്മീഷനിംഗ് ചടങ്ങ് നടക്കും. 11 മണിക്കാണ് ഈ പരിപാടി ഔദ്യോഗികമായി നടക്കാനുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി, അതായത് കൃത്യം 9:45 രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി പാങ്ങോട്ടേക്ക് യാത്ര തിരിക്കും. മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ പാങ്ങോട് മിലിറ്ററി ഹെലിപ്പാഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ, MI-17 ഹെലികോപ്റ്ററിലാണ് വിഴിഞ്ഞത്തേക്ക് രണ്ടുപേരും പുറപ്പെടുക. ഗവർണറും അവർക്കൊപ്പം ഉണ്ടാകും എന്നതിന്റെ സൂചനയും ലഭിക്കുന്നുണ്ട്. കേരളം കാത്തിരുന്ന വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ കമ്മീഷനിങ്ങിന് ഇനി ഏതാനും നിമിഷം മാത്രം.